അങ്ങനെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 77ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷ നിറവിലാണ് രാജ്യം. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർക്കും രക്തസാക്ഷികളായവർക്കുമെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും പിന്നീട് ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. ശേഷം രാവിലെ 7:35 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പതാക ഉയരുന്നതോടൊപ്പം വ്യോമസേനയുടെ അത്യാധുനികമായ ഹെലികോപ്റ്റർ മാർക്ക് 3 ധ്രുവ് എന്നിവ പുഷ്പവൃഷ്ടി നടത്തുകയും ഒപ്പം കരസേനാ ബാൻഡിന്റെ ദേശീയ ഗാനാവതരണം നടക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 1.5 മണിക്കൂറോളം സംസാരിച്ചു. 140 കോടി കുടുംബാംഗങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തുടക്കം. ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം മണിപ്പൂർ സംഘർഷം പരാമർശിക്കുകയും ചെയ്തു. മണിപ്പൂരിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അവിടെ സമാധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ജനാധിപത്യവും ജനസംഖ്യയും വൈവിധ്യവുമാണ് ഇന്ത്യയുടെ ശക്തിയെന്നും നഷ്ടപ്രതാപം ഇന്ത്യ വീണ്ടെടുക്കുമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നുവെന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പിന്നീട് 1.5 മണിക്കൂർ നീണ്ടുനിന്ന അഭിസംബോധനയ്ക്ക് ശേഷം രാജ്യത്തുടനീളമുള്ള NCC കേഡറ്റുകൾ ആലപിക്കുന്ന ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങിന് സമാപനമായത്. ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് സ്വീകരിച്ചത്. സൈനിക മേധാവികളും പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനായി സന്നിഹിതരായിരുന്നു. ത്രിവർണ്ണ നിറത്തിലുള്ള തലപ്പാവണിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെങ്കോട്ടയിൽ വെച്ച് നടന്ന ആഘോഷങ്ങളുടെ ഭാഗമാകാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശിഷ്ടാതിഥികളാണ് എത്തിയത്. കേരളത്തിൽ നിന്നുള്ള 3 തൊഴിലാളികൾ ഉൾപ്പെടെ 1800 വിശിഷ്ടാതിഥികൾ ചെങ്കോട്ടയിൽ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ മന്ത്രിമാരും വിവിധ രാഷ്ട്രീയത്തിൽ നിന്നുള്ള അതിഥികളുമടക്കം രാഷ്ട്രീയ നേതാക്കളും ചെങ്കോട്ടയിലെത്തി. കൂടാതെ ഖാദി തൊഴിലാളികൾ, അതിർത്തി റോഡുകളുടെ നിർമ്മാണം, അമൃത് സരോവർ, ഘർ ജൽ യോജന എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, പ്രൈമറി സ്കൂൾ അധ്യാപകർ, നഴ്സുമാർ, മത്സ്യത്തൊഴിലാളികൾ, ഓരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നും 75 ദമ്പതിമാർ, 660-ലധികം ഗ്രാമങ്ങളിലെ 400-ലധികം സർപഞ്ചുമാർ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പദ്ധതിയിൽ നിന്ന് 250 പേർ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നിവയിൽ നിന്നുള്ളവർ, പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരെല്ലാം ഇന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്ത് വലിയ രീതിയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. പഴുതടച്ച ക്രമീകരണങ്ങളാണ് ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നത്. ത്രിതല സുരക്ഷയാണ് ചെങ്കോട്ടയിൽ ഏർപ്പെടുത്തിയത്. 10,000-ലധികം പോലീസുകാരെ നഗരത്തിലുടനീളം വിന്യസിച്ചിരുന്നു. ഒപ്പം ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ അതിർത്തികളിലും പ്രധാന നഗരങ്ങളിലും വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും 2021 രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആരംഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ ആഘോഷങ്ങളുടെ സമാപനം കൂടിയായിരുന്നു ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം.